INS സൂറത്തിൽ നിന്നും മിസൈലുകളെ പായിച്ച് പാകിസ്ഥാൻ ആദ്യ സർപ്രൈസ് കൊടുക്കുന്നു. ഭയക്കേണ്ടതില്ല, വളരെ വേഗത്തിൽ തന്നെ ലക്ഷ്യസ്ഥാനത്ത് അതൊക്കെ തന്നെ എത്തിച്ചേരുമെന്ന സൂചനയും ഇതോടൊപ്പം തന്നെ നൽകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ഇന്ത്യ നേരിടാൻ തന്നെ തയ്യാറെടുപ്പ് നടത്തുകയാണ്. പാകിസ്ഥാനും ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. അതിനുള്ള സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് കിട്ടേണ്ടയിടത്ത് നല്ല രീതിയിലുള്ള കൊട്ടുകൾ കൊടുത്തുകൊണ്ടാണ് ഇന്ത്യ വിറപ്പിക്കുന്നത്. ഇതിനു പുറകെ സൈനികപരമായിട്ടുള്ള നീക്കങ്ങളും തുടങ്ങുന്നു. അതിൻ്റെ സാമ്പിൾ ഡോസ് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണ മേഖലയിലേക്ക് INS വിക്രാന്ത് കുതിച്ചൊരു വാർത്ത നമ്മളേവരും കണ്ടതാണ്. തൊട്ടുപിറകെ ഇന്ത്യൻ നേവിയുടെ പടക്കപ്പലായ INS സൂറത്തിൽ നിന്നും ഇന്ത്യ ഒരു മിസൈൽ പരീക്ഷണം കൂടി നടത്തിയിരിക്കുകയാണ്. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ പരീക്ഷണമാണ് വളരെ വിജയകരമായി പൂർത്തീകരിച്ചത്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന റിപ്പോർട്ട് ലഭിച്ചതിന് പിറകെ തന്നെ ഇന്ത്യയും ഈ പരീക്ഷണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ നാവികസേന അറബിക്കടലിൽ നടത്താനിരുന്ന മിസൈൽ പരീക്ഷണത്തിന് മുന്നോടിയായി തന്നെ ഇന്ത്യ ഈ പരീക്ഷണം പൂർത്തീകരിച്ചത് കൃത്യമായൊരു സന്ദേശം തന്നെയാണ് അതിലൂടെ നൽകിയിരിക്കുന്നത്. ഉപരിതല മിസൈലുകളെയും മറ്റ് വ്യോമാക്രമണങ്ങളെയും കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ. ഇന്ത്യൻ നാവികസേനയുടെ തന്നെ ഏറ്റവും പുതിയ മിസൈൽ ഡിസ്ട്രോയർ കപ്പലിലൊന്നായിട്ടുള്ള INS സൂറത്തിൽ നിന്ന് തന്നെ വിജയകരമായി ഈ മിസൈൽ പരീക്ഷണം പൂർത്തീകരിച്ച് രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്ന മറ്റൊരു നാഴികക്കല്ല് കുറിച്ചുവെന്നാണ് നാവികസേന പറയുന്നത്. തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന, വികസനം, പ്രവർത്തനങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ വളർന്നു വരുന്ന പ്രാവീണ്യം തന്നെയാണ് ഈ നേട്ടത്തിലൂടെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നത്. പ്രതിരോധ നിർമ്മാണത്തിലും സമുദ്ര സുരക്ഷയിലുമൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുപ്രധാനമായ കുതിച്ചുചാട്ടത്തെ കൂടി ഈ പരീക്ഷണം അടയാളപ്പെടുത്തുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും ഏറ്റവും നൂതനവുമായിട്ടുള്ള ഡിസ്ട്രോയറുകളിൽ ഒന്ന് തന്നെയാണ് INS സൂറത്ത്. അതുപോലെ തന്നെ P-15B ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ പ്രൊജക്റ്റിലെ നാലാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള കപ്പൽ കൂടിയാണ് INS സൂറത്ത്. അത്യാധുനിക ആയുധ സെൻസർ പാക്കേജുകളും വിപുലമായ നെറ്റ്വർക്ക് കേന്ദ്രീകൃത സംവിധാനങ്ങളുമൊക്കെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഈ കപ്പലുകൾ മുന്നോട്ട് കുതിക്കുന്നത്. നിലവിൽ 130ഓളം യുദ്ധക്കപ്പലുകളും 251 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമൊക്കെ നാവികസേനയ്ക്ക് സ്വന്തമായുള്ളപ്പോഴാണ് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഉറപ്പായും ഇതിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന ശക്തമായ സന്ദേശം കൊടുത്തിരിക്കുന്നത്. ഭീകരർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് ഇതോടൊപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത്. ബീഹാറിൽ പല പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലെത്തിയപ്പോഴാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിന് മേൽ ആക്രമണം നടത്തിയതിനുള്ള ശക്തമായ രോഷം അദ്ദേഹം പ്രകടിപ്പിച്ചത്. അങ്ങനെ ചെയ്തവർക്ക് അവരുടെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ വലിയ ശിക്ഷ തന്നെ കാത്തിരിക്കുന്നു. 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി ഭീകരവാദികളുടെ ആത്മവിശ്വാസത്തെ തകർക്കും. ഭാരതത്തിൻ്റെ ആത്മാവിന് മേലുള്ള ആക്രമണമായി തന്നെ ഇതിനെ നോക്കിക്കാണണം. ഇന്ത്യ അവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകിയിരിക്കും. അതിനായി എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വികസനത്തിന് ശാന്തിയും സമാധാനവും ആവശ്യമായിട്ട് വരും. ഇന്ത്യ അത് തന്നെയാണ് എല്ലാ കാലവും ആഗ്രഹിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആരെയും വെറുതെ വിടില്ല എന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഭീകരർക്കും അതിന് പദ്ധതിയിട്ടവർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ ക്രൂരമായി കൊല്ലപ്പെട്ട് 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ശക്തമായ ഭാഷയിൽ പാകിസ്ഥാന് തന്നെ മറുപടി നൽകിയിരിക്കുന്നത്. കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ദുഃഖവും രോഷവും അലയടിക്കുകയാണ്. ഈ ആക്രമണം നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ മാത്രമല്ല നടന്നത്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഞാൻ ഈ മുഴുവൻ ലോകത്തോടുമായി പറയുകയാണ്, ഇന്ത്യ എല്ലാ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിഞ്ഞ് കണ്ടെത്തി കടുത്ത ശിക്ഷ കൊടുക്കുകയും ചെയ്യും. ഭൂമിയുടെ ഏതറ്റം വരെയും ഞങ്ങൾ അവരെ പിന്തുടരും. ഇന്ത്യയുടെ ആത്മാവ് തീവ്രവാദത്താൽ ഒരിക്കലും തകർക്കപ്പെടില്ല. തീവ്രവാദം ശിക്ഷിക്കപ്പെടാതെ പോവുകയുമില്ല. നീതി ഉറപ്പാക്കാൻ, നീതി ലഭ്യമാകാൻ എല്ലാ ശ്രമങ്ങളും ഇന്ത്യ നടത്തും. മുഴുവൻ രാഷ്ട്രവും ഈ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞു വന്നതിന് പിറകെ തന്നെ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അട്ടാരി അതിർത്തിയിലെ പ്രതിദിന ബീറ്റിംഗ് ദ റിട്രീറ്റ് നിർത്തിവെക്കുകയാണ് ഇന്ത്യ. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കാനുള്ള തീരുമാനത്തിന് പിറകെ ഈ നീക്കത്തിലേയും കടന്നിരിക്കുന്നു. പാകിസ്ഥാൻ സർക്കാരിൻ്റെ എക്സ് അക്കൗണ്ടിന് ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യമനുസരിച്ച് എക്സിൻ്റേതാണ് ഈ നടപടി. ഗവൺമെൻറ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള നീക്കങ്ങളും നടപടികളുമൊക്കെ ആരംഭിച്ച ശേഷമാണ് എക്സ് അക്കൗണ്ട് അടക്കം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത്.
സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം കേന്ദ്രം കടുത്ത നടപടി സ്വീകരിച്ച് പാകിസ്ഥാനെ അങ്ങേയറ്റം പ്രകോപിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികളടക്കം ഇന്ത്യ മരവിപ്പിച്ചു കഴിഞ്ഞു. വാഗ അട്ടാരി വഴി പാക് പൗരന്മാർ മെയ് 1 തന്നെ ഇന്ത്യ വിട്ടു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തി അടിയന്തരമായി തന്നെ അടച്ചുപൂട്ടി. സാർക്ക് വിസ വഴി വന്നവർ 48 മണിക്കൂറിനകം തന്നെ ഇന്ത്യ വിട്ടിരിക്കണം. പാക് പൗരന്മാർക്ക് ഇനി മുതൽ വിസ കൊടുക്കില്ല. നിലവിലെ വിസകളെല്ലാം തന്നെ റദ്ദാക്കും. പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ അംഗസംഖ്യ 30 കുറയ്ക്കാനും ഇതോടൊപ്പം തന്നെ കടുത്ത തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ നിരപരാധികൾക്ക് നേരെ പഹൽഗാമിൽ ഭീകരർ വെടിയുതിർക്കുന്നതിൻ്റെ ഹൃദയഭേദകമായ പല ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ബൈസരൻ വാലിയിൽ ട്രക്കിങ്ങിന് വന്ന വിനോദസഞ്ചാരികളിൽ ഒരാൾ പകർത്തിയ ഒരു ദൃശ്യമാണ് പുറത്തു വന്നത്. ബൈസരൻ താഴ്വരയിൽ അവധിക്കാലം ആസ്വദിക്കുന്ന നിരവധി സഞ്ചാരികൾക്കിടയിലേക്ക് പൊടുന്നനെ എത്തിയ ഒരു അക്രമി വെടിയുതിർക്കുന്ന ദൃശ്യമാണ് ഇതിൽ കാണാൻ സാധിച്ചത്. എന്താണെന്നോ ഏതാണെന്നോ മനസ്സിലാകാതെ പകച്ചു നിൽക്കുന്നതും മരിച്ചു വീഴുന്നതുമായിട്ടുള്ള വിനോദസഞ്ചാരികളെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഭീകരവാദികൾ സഞ്ചാരികളെ വളഞ്ഞതിന് ശേഷമാണ് അവരോട് പേരും മതവും തിരക്കി വെടിവെച്ച് വീഴ്ത്തിയിട്ടത്. കൊല്ലപ്പെട്ടവരിൽ കുതിര സവാരിക്കാരനായ പ്രാദേശികനായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന ധീര യുവാവും മരണപ്പെട്ടിരിക്കുന്നു. ഭീകരരെ നേരിടുമ്പോഴായിരുന്നു തൻ്റെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരെ സഞ്ചാരികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു സയ്യിദ് വെടിയേറ്റ് മരിച്ചത്. ഒരു കുടുംബത്തിൻ്റെ തന്നെ ഏക ആശ്രയമായിരുന്നു സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. പഹൽഗാമിലെ ഒരു കുതിര സവാരിക്കാരനാണ്. ഭീകരാക്രമണ വിവരം അറിഞ്ഞുകൊണ്ട് സയ്യിദിൻ്റെ പിതാവ് സയ്യിദിനെ ബന്ധപ്പെടാനായി ശ്രമിച്ചുവെങ്കിലും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ തന്നെ സംശയാസ്പദമായി പലതും മണത്തു. ഏറെ വിഷമതകളുണ്ടായി. എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചെത്തി വിവരം അന്വേഷിച്ചപ്പോൾ മകന് പരിക്ക് പറ്റിയെന്ന വിവരമാണ് കിട്ടിയത്. തൊട്ടു പിറകെ തന്നെ അവൻ മരണപ്പെട്ടുവെന്ന ഹൃദയഭേദകമായ വാർത്തയും ആ കുടുംബത്തിന് എത്തിച്ചേരുകയാണ്. മകൻ്റെ മരണത്തിൽ നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഭീകരവാദികളെ തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ആ പിതാവ് ശക്തമായി തന്നെ വാദിക്കുകയാണ്. അവനില്ലാതെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്കയും ആ കുടുംബം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഭീകരാക്രമണത്തിൻ്റെ മറുവശമാണ് ആദിൽ ഹുസൈൻ ഷായുടെ കുടുംബവും. കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിമും കശ്മീരിൽ നിന്നുള്ള ഏക വ്യക്തിയുമാണ് ആദിൽ. പ്രദേശത്ത് സാധാരണയായി എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പോണി സവാരി നടത്തുന്ന വ്യക്തിയായിരുന്നു ആദിൽ. സാധാരണ ജോലിക്ക് പോകുന്നത് പോലെ അന്ന് എത്തിയിരുന്നില്ല. സവാരി നടത്തി ഒരു ദിവസം 400 മുതൽ 500 രൂപ വരെയാണ് സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തെ ഭംഗിയായി നോക്കിയിരുന്നു. അവനെ ആശ്രയിച്ചുണ്ടായിരുന്ന ആ കുടുംബം മൊത്തം ഇന്ന് അനാഥരായി മാറിയിരിക്കുകയാണ്. തൻ്റെ കുതിരയിൽ വന്ന ഗസ്റ്റിനെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിനിടയിലാണ്, ആ ഒരു പോരാട്ടത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഒരുപക്ഷെ പേരും കലിമയും എന്തെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആദിലിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആദിൽ അവിടെ ചെയ്തത് എന്തിനാണ് നിങ്ങൾ ഈ പാവങ്ങളെ കൊല്ലുന്നത് എന്നുള്ള ചോദ്യം തന്നെയായിരുന്നു. ആ ചോദ്യം തീവ്രവാദികളെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചിട്ടുണ്ടായിരുന്നു.